അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവர்கள் പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ സൃഷ്ടിക്കുകയും അതിനുശേഷം ഒരു സംഘം മലക്കുകളോട് അർശിനെ ചുമന്നു നിൽക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പന കൊടുക്കുകയും ചെയ്തു. അർശിനെ ചുമക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അർശിനെ അവരുടെ തോളത്ത് വെച്ച് ചുമക്കാൻ തുടങ്ങിയെങ്കിലും അതിൻ്റെ ഭാരം കാരണമായി അവർക്ക് അതുമായി മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. അവർ അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞു, പടച്ചവനെ, ഇതിൻ്റെ ഭാരം, ഇതിൻ്റെ കനം ഞങ്ങൾക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അർശിനെ ചുമക്കുന്ന മലക്കുകൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അർശിനെ ചുമക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് എന്ന വചനം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മലക്കുകൾ സുബ്ഹാനല്ലാഹ് എന്ന വചനം ചൊല്ലുകയും അവരുടെ മേൽ അർശിനെ ചുമക്കൽ കുറച്ച് എളുപ്പമായി തീരുകയും ചെയ്തു. പിന്നീട് അവർക്ക് ഭാരമായി തോന്നുമ്പോഴെല്ലാം അവർ സംഘമായി, കൂട്ടമായി സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടയ്ക്കുന്ന കാലം വരെ സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ മലക്കുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടയ്ക്കുകയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുമ്മുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ വേണ്ടി കൽപ്പന കൊടുത്തു. ആദം നബി അലൈഹിസ്സലാം തുമ്മിയതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനോട് അതിന് മറുപടിയായി യർഹമുക റബ്ബുക എന്നുള്ള വാക്ക് പറഞ്ഞു. നിന്റെ റബ്ബ് നിന്റെ അനുഗ്രഹിക്കട്ടെ. ഇർഹമുല്ലാഹ് എന്ന് നമ്മൾ പറയും പോലെ ആദം നബിയോട് അല്ലാഹു തആല യർഹമുക റബ്ബുക എന്ന വാക്ക് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം മലക്കുകൾ ഈ സംഭവം കേട്ടു. ഈ അള്ളാഹുവിൻ്റെ മറുപടി യർഹമുക റബ്ബുക എന്നുള്ള അള്ളാഹുവിൻ്റെ മറുപടി കേട്ടു. അപ്പോൾ മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനം കേട്ടതിന് ശേഷം സുബ്ഹാനല്ലാഹയോടൊപ്പം അൽഹംദുലില്ലാഹിയും ചേർത്ത് പറയാൻ തുടങ്ങി. അപ്പോൾ സുബ്ഹാനല്ലാഹിയുമായി അൽഹംദുലില്ലാഹിയുമായി അങ്ങനെ മലക്കുകൾ, അർശിനെ ചുമക്കുന്ന മലക്കുകൾ ഈ ദിക്ർ പറഞ്ഞുകൊണ്ടേ പോയി. അങ്ങനെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന കാലമായി. നൂഹ് നബിയുടെ കാലത്ത് അല്ലാഹു തആല നൂഹ് നബിയെ സൃഷ്ടിച്ചു. അവരാണ് ലോകത്ത് ആദ്യമായി ബിംബങ്ങളെ ആരാധിച്ചു തുടങ്ങിയത്. ബിംബങ്ങളെ ആരാധിച്ചു തുടങ്ങിയപ്പോൾ അള്ളാഹുവിനോട് നൂഹ് നബി പരാതിപ്പെട്ടു. നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ അധികമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും നീ നിന്റെ ജനതയെ അത് അധികമായി ചൊല്ലാൻ പഠിപ്പിക്കുകയും ചെയ്യുക. അത് ചൊല്ലുകയാണെങ്കിൽ നിനക്ക് നിന്റെ ജനതയ്ക്ക് വിഗ്രഹാരാധനയിൽ നിന്ന് മോചനം കിട്ടുമെന്ന് പറഞ്ഞു. ഇത് മലക്കുകൾ കേട്ടു. അപ്പോൾ അവർ ആ വചനം കൂടി ചേർത്തു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനവും ചേർത്തു. ഇപ്പോൾ 3 വചനങ്ങളായി. അപ്പോൾ പിന്നീട് അവർ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലമായി. ഇബ്രാഹിം നബി അല്ലാഹു തആല പഠിച്ചു. ശേഷം മകനായ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ വേണ്ടി അല്ലാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചു. ഇബ്രാഹിം നബി ബലി കൊടുക്കാൻ വേണ്ടി മകനെയും കൊണ്ട് പോവുകയും മിനാ പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് മകനെ കിടത്തി ബലിയിറക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ബലി നടന്നില്ല. പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മകന് പകരമായി ഞാനൊരു ആടിനെ അയക്കുന്നു എന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആടുമായി ഇബ്രാഹിം നബിയുടെ സമീപത്ത് പറഞ്ഞു വിട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആടിനെ കണ്ടപ്പോൾ അല്ലാഹു അക്ബർ എന്നൊരു വചനം പറഞ്ഞു. അല്ലാഹു, നീയാണ് വലിയവൻ, നീ നല്ല തീരുമാനമെടുത്തിരിക്കുന്നു. എൻ്റെ മകനെ ബലിയിറക്കാനുള്ള നിന്റെ കൽപ്പന നീ പിൻവലിക്കുകയും ആ പരീക്ഷണത്തിൽ എന്നെ നീ വിജയിപ്പിക്കുകയും പകരം നീ ഒരാടിനെ ബലി നൽകുകയും ചെയ്തു. നിന്റെ മഹത്വം പ്രകീർത്തിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഈ 4 കലിമകളായി മലക്കുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സംഭവം മലക്കുകൾക്ക് എത്തിച്ചു കൊടുത്തു. അപ്പോൾ അർശിനെ ചുമക്കുന്ന മലക്കുകൾ അതും കൂടി ചേർത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ അർശിനെ ചുമക്കൽ വളരെ എളുപ്പമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ആ
ഉത്തരത്തിന് മറുത്തരമായി മറ്റൊരു മറുപടിയായി അള്ളാഹുവാണ് എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥൻ, അള്ളാഹു തീരുമാനിക്കാതെ ഒരു കാര്യവും നടക്കില്ല എന്നർത്ഥമുള്ള വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്റും കൂടി ചേർത്തു, അൽ അലിയിൽ അലിയും വരെ ചേർത്തു. പിന്നീട് മലക്കുകൾ ഈ വചനവും കൂടി ചേർത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനോട് നിങ്ങൾ തവാഫിലായിരിക്കുമ്പോൾ നിങ്ങൾ ചൊല്ലാൻ ഏറ്റവും നല്ല വചനം ഇതാണ് എന്ന് പറഞ്ഞത് പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം പഠിപ്പിച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹി നിങ്ങൾ ഇങ്ങനെയും പറഞ്ഞു, ഇത് അർശനെ ചുമക്കുന്ന മലക്കുകൾ പറയുന്ന ദിക്റാകുന്നു എന്നും കൂടി പറഞ്ഞു കൊടുത്തു. ഇന്നും അർശനെ ചുമക്കുന്ന മലക്കുകൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് അർശനെ ചുമക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൈൽ നദി കടന്നു പോകുമ്പോൾ അള്ളാഹുവിനോട് പടച്ചവനെ നൈൽ നദിയിലേക്ക് നിന്റെ നാമം പറഞ്ഞാൽ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് അള്ളാഹു തആല വഹി നൽകി, നീ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബറും കൂടി ചേർത്ത് ചൊല്ലിക്കൊള്ളാൻ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ദിക്റാണ്, നാവുകൾക്ക് എളുപ്പമാണ്, മീസാൻ ത്രാസിൽ വലിയ ഭാരമുള്ളതാണ്, ചൊല്ലുന്നവർക്ക് എണ്ണമറ്റ പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു തന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എന്ന് ധാരാളം ഹദീസിൽ വന്നതാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതിലുള്ള ഓരോ വചനങ്ങൾക്ക് ഓരോ ആശയങ്ങളുണ്ടെന്നാണ്. സമയമുള്ളപ്പോൾ പറയാം. അല്ലാഹു തആല നമുക്കിത് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ഇത് ഒരു ദിവസം 100 തവണയെങ്കിലും ചൊല്ലൽ മുഅ്മിനിന്റെ കടമയാണ് എന്ന് ചില താബിഈകളായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു